ഇന്ന് 989 ദിവസമാണ്. അതായത് ഇനി 11 ദിവസങ്ങൾ കൂടി നമ്മൾ കഴിയുമ്പോൾ നമ്മൾ 1000 ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണിത്. ലോകം കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഇങ്ങനെ സഹോദരങ്ങളെപ്പോലെ ഇങ്ങനെ കൂടുകയും ഈ നിമിഷങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സ്നേഹം ചൊരിയുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടക്കുകയാണ്. ഇത് ഹോമിയോപ്പതി മാത്രമല്ല, ഇതൊരു മാനുഷിക കൂട്ടായ്മയാണ്, ലോകത്തിന്റെ ഒത്തുചേരലാണ്. ഓൺ വേൾഡ്, ഓൺ യൂണിവേഴ്സ്, ഓൺ ഗോഡ്, ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇതാണ് നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡ്, ഹോളിസ്റ്റിക് കാഴ്ചപ്പാട്. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ എൻ ഗോപികൃഷ്ണൻ, പാലക്കാടുള്ള ഡോക്ടറാണ്. ചില പ്രതിഷ്ഠയുള്ള നമ്മുടെ മീറ്റിങ്ങിൽ എല്ലായ്പ്പോഴും വന്നുകൂടുന്ന ഡോക്ടറാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള ശൈലി, ഒരു എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, നല്ലൊരു ഡോക്ടർ, ജനങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഡോക്ടർ. ഡോക്ടർ റിട്ടയർഡ് DMO ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി കേരള, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ പാലക്കാട് CMO ആയി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഓണററി കൺസൾട്ടന്റ് ഇന്നോവേഷൻ തൃശൂർ, സദ്ഗമയ പ്രോജക്ടിന്റെ തുടക്കത്തിലെ അമരക്കാരൻ, IHMയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, കൂടാതെ 40 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ, ബാച്ച് ഫ്ലവർ മരുന്നുകളും അതുപോലെ മാഗ്നറ്റോ തെറാപ്പിയിലും പ്രശസ്തനാണ്. ഡോക്ടർ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം നമുക്കറിയാം, ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങളാണ്. ഇതുപോലെയുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടറെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ധാരാളം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, ധാരാളം കാഴ്ചപ്പാടുകളാണ്. നമ്മൾ കുറെ മരുന്നുകൾ മാത്രമല്ല പഠിക്കുന്നത്, ധാരാളം കാഴ്ചപ്പാടുകളാണ്. ഓരോരുത്തർ എങ്ങനെ കാണുന്നു, ഒരു ഡോക്ടർ എങ്ങനെയാണ് രോഗികളെ കാണുന്നത്. എല്ലാ ഡോക്ടർമാരും 100 പേര് ഒരു സ്കൂളിൽ നിന്ന്, ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴും 100 ഡോക്ടേഴ്സും കാണുന്നത് 100 രീതിയിലാണ് ഒരു രോഗത്തെ കാണുന്നത്. 100 പ്രാധാന്യമായിരിക്കും കൊടുക്കുന്നത്. അതൊക്കെ അനുഭവങ്ങളിലൂടെയാണ് പലരും ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഞാൻ നോക്കും പോലെ അല്ലല്ലോ ഈ ഡോക്ടർ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറയുകയുണ്ടായി, നെറ്റിത്തടം നോക്കി ട്രീറ്റ്മെന്റ് ചെയ്യുക. നെറ്റി മാത്രം കണ്ടുകൊണ്ട് ഒരു രോഗിയെ മനസ്സിലാക്കുക, കണ്ണുകൾ മാത്രം നോക്കിക്കൊണ്ട് ഒരു രോഗിയെ മനസ്സിലാക്കുക, അതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണ്. ഡോക്ടർ ഈ നിമിഷങ്ങളിൽ ഡോക്ടറെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഇനിയുള്ള 45 മിനിറ്റ് നേരം ഡോക്ടർ ക്ലാസ് ആയിരിക്കും. ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ റെഡിയായി ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം ഒരു 5 മിനിറ്റ് നേരത്തെ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും നേരത്തെ തന്നെ ചോദ്യങ്ങൾ ഉടൻ ചോദിക്കുക. താങ്ക് യു സാർ. പ്രവേശിച്ചോളൂ സാർ, സ്വാഗതം ചെയ്യുന്നു. സംസാരിച്ചോളൂ. കേൾക്കാൻ പറ്റും സാർ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഈ ജന്മത്തിലെ എന്റെ വന്ധ്യ ഗുരുനാഥയായ ശ്രീ മാതാമൃതയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലം എൻ്റെ കൃഷിസ്ഥലമാണ്. അപ്പൊ അതിനുള്ള പ്രോപ്പർ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ എനിക്ക് സഡനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഉള്ള കൺവീനിയൻസ് വെച്ചിട്ട് നമുക്കൊരു ഡിസ്കഷൻ വഴിക്കും ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് നമുക്ക് എത്താം. നമ്മൾ പിരമിഡ് ചികിത്സയാണ് ഞാൻ ഇപ്രാവശ്യം എടുക്കുന്ന ക്ലാസ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈജിപ്ഷ്യൻ പിരമിഡ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതിന്റെ റെപ്ലിക്ക നമ്മുടെ ഇന്ത്യയില് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. കോയമ്പത്തൂർ പെർക്സ് സ്കൂൾ പറഞ്ഞ ഒന്നുണ്ട്, സായിബാബ കോളനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ചു ദൂരം പോയിക്കുന്ന പെർക്സ് നമ്മള് ഈ 5 സ്റ്റാർക്കന്മാരെ കേട്ടിട്ടുണ്ടാണ് പെർക്സ്. അത് അതേ പേരുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ ഞാൻ യാദൃശ്യമായിട്ട് ഒരു 10-25-30 കൊല്ലം മുമ്പ് എൻ്റെ വൈഫിനെയും കൊണ്ട് MA എക്സാമിനേഷൻ അല്ലെങ്കിൽ BEd എക്സാമിനേഷൻ പോയ സമയത്ത് ഞങ്ങനെ കോളേജും സ്കൂളും പരിസരമൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പിരമിഡ് ഒരു ഷേപ്പിൽ സാധനം, ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ബിൽഡിംഗ് കണ്ടു. ഒരു ക്യൂരിയോസിറ്റിക്ക് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഇവിടുത്തെ പ്രിൻസിപ്പാള് നിർമ്മിച്ച ഒരു പിരമിഡാണിത്.
ഇത് വളരെയധികം സവിശേഷത ഉണ്ട്, അതിന് പ്രത്യേകതയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ പോയി ചെന്ന് കാണാന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ ക്യൂരിയോസിറ്റിയിൽ ആ പിരമിഡിനകത്ത് ചെന്ന് അതിനെക്കുറിച്ച് അവിടെ ഒരു ചെറിയ എക്സിബിഷന്മാർ ഒരു ഹാളൊക്കെ ഉണ്ട് അവർക്ക്, അതെല്ലാം കണ്ടു. അവിടുന്ന് ഞാൻ അന്ന് ഒരു ഫൈബർ പിരമിഡ് അവിടുന്ന് വാങ്ങിച്ചു. ഈ പിരമിഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പിരമിഡ് നമ്മള് പള്ളി, അമ്പലം, മോസ്ക്, അതെല്ലാം ചർച്ചസ് എല്ലാത്തിൻ്റെയും ടോപ്പ് പോർഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാത്തിനും പിരമിഡ് ഷേപ്പാണ്, ട്രയാങ്കിൾ ഷേപ്പ്, എല്ലാത്തിനും പോയിന്റഡ് മുകളിലേക്ക് പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഒരു മെഷർമെന്റ് ഉണ്ട്, ഇതിന് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ്. ഈ മെഷർമെന്റിന്റെ ഇപ്പൊ ഒരു 18 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് പോർഷൻ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1/6 ഹൈറ്റ് എനർജി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റിനെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 1/6 ഹൈറ്റിൽ നമ്മൾ ഏതൊരു വസ്തു, നമ്മൾ വെറും 18 ഇഞ്ചിന്റെ ഒരു പിരമിഡാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിന്റെ 6 ഇഞ്ചസിന്റെ ആ ഹൈറ്റിൽ ഒരു ചെറിയ ഒരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സോ മറ്റോ വെച്ചിട്ട് അതിന് മുകളിൽ നോർത്ത് സൗത്ത് ആയിട്ട് നമ്മളൊരു സാധനം വെക്കുക. അതായത് ഒരു ബാറ്ററി, യൂസ്ഡ് ബാറ്ററി, നമ്മളിപ്പം മറ്റേ വേസ്റ്റ് ആയ ബാറ്ററി അല്ലെങ്കിൽ അതിന്റെ ചാർജ് കഴിഞ്ഞൊരു ബാറ്ററി വെക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് പോളായിട്ട് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 2-3 days അല്ലെങ്കിൽ 72 to 100 hours ഇത് റീചാർജ് ചെയ്ത് കിട്ടും. മാത്രമല്ല അത് ഒരു 1 month 2 months വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ ബാറ്ററി മാത്രമല്ല എല്ലാ സാധനങ്ങളും നമുക്ക്. നിങ്ങൾക്ക് ചെറിയ ഈ 18 ഇഞ്ചസിന്റെ പിരമിഡിനകത്ത് ഈ 1/6 എന്തൊക്കെ സാധനങ്ങൾ നമുക്കൊരു പീഠത്തിന് മുകളിൽ വെക്കാൻ പറ്റും. നോർത്ത് സൗത്ത് ആയിട്ട് വെക്കണം. ശരിക്കും പറഞ്ഞാല് നമ്മളതിൽ പിരമിഡ് കയ്യിൽ ഉള്ളവരാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എപ്പോഴും നോർത്ത് മാർക്കിറ്റ്, ആൾവേസ് കീപ് ദ പിരമിഡ് ഓൺ ദി നോർത്ത്, ഫേസിങ് ദ നോർത്ത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു ഫിസിക്കലായിട്ട് നമ്മുടെ ശരീരത്തിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നോർത്ത് സൗത്ത് ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ. നമ്മൾ ഇതിന്റെ ഹോളോ പിരമിഡ് നമുക്കുണ്ട്, അതിന് പറയുമ്പോൾ ഹോളോ അല്ലാത്ത പിരമിഡ് നമ്മുടെ കയ്യിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒരു ചെറിയ ഹിസ്റ്ററിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇത് നമ്മുടെ ഈജിപ്തിൽ 5000 വർഷം മുമ്പ് കൈറോ എന്നുള്ള ആ സ്ഥലത്ത് നിന്ന് 10 മൈൽ ദൂരത്താണ് ഈ പിരമിഡ് ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്നത്. 18 ഏക്കർ സ്ഥലത്ത് ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ലോകത്തിലെ 7ാമത്തെ അതിശയമാണിത്. 75 പിരമിഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതില് 30 ഒഴികെ ബാക്കി എല്ലാ പ്രകൃതിക്ഷോഭത്തിലും അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധത്തിന്റെ ഇതിലും നഷ്ടപ്പെടുകയുണ്ട്. ഇത് മറ്റു രാജ്യങ്ങളിലും ഇതേമാതിരി നിർമ്മിച്ചിട്ടുണ്ട്. ചൈന, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിലും ഈ പിരമിഡിന്റെ റിപ്ലിക്ക ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പിരമിഡ് അവർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ വലിയ കൂറായിരുന്നു. അപ്പൊ ആ ഈജിപ്ഷ്യൻ പിരമിഡ്സിൽ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ രാജ്യത്ത് ആൾക്കാരുടെ ഫരോഹ എന്നവരെ പറഞ്ഞിരുന്നത് ഓരോ കൂറുണ്ടായിരുന്ന ആൾക്കാരാണ് അവിടുത്തെ ജനങ്ങളൊക്കെ. അപ്പം ഇവരുടെയൊക്കെ ജഡങ്ങളെ മറവ് ചെയ്തത് ഈ പിരമിഡിനകത്താണ്. മാത്രമല്ല ഇവര് ഈ മറവ് ചെയ്തത് മാത്രമല്ല, അവരുപയോഗിച്ച നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഈ പിരമിഡിനകത്ത് അടക്കം ചെയ്തിരുന്നു. ഈ ഒരു പിരമിഡിന്റെ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് തന്നെ പറയുന്നത് 480 അടി ഹൈറ്റ് ആണ്. ഇതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ടോപ്പ് പോർഷനിലേക്ക് 480 അടി ഹൈറ്റ്. അതിന്റെ ഓരോ സൈഡും 760 അടി ആണ് ഓരോ സൈഡിന്റെയും ഇതുള്ളത്. 26 ലക്ഷം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പിരമിഡ്സ് അവിടെ നിന്ന് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് 70 ടൺ ഭാരമാണ് അന്നത്തെ കാലത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ നിന്നുള്ള ഒരു മലയുടെ മുകളിൽ അശ്വിനി ഹിൽസ് എന്ന് പറയും, അവിടെ നിന്നാണ് ഇത് ഈ കൈറോ നഗരത്തിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഈ ഫരോഹ ചിപ്സ് എന്ന് പറഞ്ഞ ഭരണാധികാരി ഭരണാധികാരിയുടെ നാമധേയത്തിലാണ് ഈ ഈജിപ്ഷ്യൻ പിരമിഡ്സ് ഒക്കെ അറിയപ്പെടുന്നത്. ഇത് 18ാം ദശകത്തിൽ എർത്ത്ക്വേക്ക് കൈറോയിലുണ്ടായി. അപ്പൊ ഇതിലെ കുറെ ഗ്രാനൈറ്റ്സ് എല്ലാം അവര് വീട് നിർമ്മാണത്തിനും കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് അവര് ഇവിടുന്ന് പറിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണ് കുറെ എണ്ണം നശിപ്പിക്കപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം പിരമിഡിലേക്ക് പ്രവേശന കവാടം തന്നെ അടയ്ക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞു അതിനകത്ത് കയറാൻ പാടില്ല. ഈ പിരമിഡിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ പിരമിഡിനകത്തുള്ള അതിന്റെ ആ ഒരു കൺസെപ്റ്റ് ജനങ്ങൾ ആരും അറിയാൻ പാടില്ല. അതിൽ എങ്ങനെയാണ് നിർമ്മിച്ചത്, അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ആരും പുറത്തറിയാൻ പാടില്ല എന്നൊരു ഒരു നിയമം അവർ ഉണ്ടാക്കിയ സമയത്ത് അവർ നിർവചിച്ചിട്ടുണ്ടായിരുന്നു. 1638 ജോൺ ഗ്രേസ് എന്ന മെജീഷ്യൻ ഓഫ് ഇംഗ്ലണ്ട് ഇതിനകത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ഐസക് ന്യൂട്ടൻ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടുപിടിച്ച ഇതിന്റെ കണ്ടുപിടുത്തങ്ങൾ ഐസക് ന്യൂട്ടൻ ഇത് കണ്ട ശേഷം വളരെയധികം അത്ഭുതപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഈ പിരമിഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് ഐസക് ന്യൂട്ടൻ അത്ഭുതപ്പെട്ടത്. നെപ്പോളിയൻ യുദ്ധകാലത്ത് ഇതിനെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്.
അന്നത്തെ കാലത്തെ യുദ്ധകാലത്ത് ഈ വെപ്പൺസ് ഒന്നും ഷാർപ്പൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ കാലത്തെ ബ്ലേഡ് വെപ്പൺസ് ഷാർപ്പൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിരമിഡിനകത്ത്. ഇതിന്റെ രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. നെപ്പോളിയനകത്ത് ചെന്നെങ്കിലും ഇതിന്റെ രഹസ്യങ്ങളൊന്നും അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. ഇതിന് കിങ്സ് ചേംബർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യൂൺ ചേംബർ ഉണ്ട്. ഇതിനകത്ത് ഒരു ഏറ്റവും രസകരമായത് ഇതിന്റെ അകത്തുള്ള ചൂട് എപ്പോഴും ത്രൂ ഔട്ട് 24 hours അല്ലെങ്കിൽ ത്രൂ ഔട്ട് 365 days 60°F ഇത് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ പിരമിഡിനകത്തുള്ള ചൂട് മണലാരണ്യത്തിൽ ഭൂമധ്യരേഖയ്ക്ക് മധ്യത്തിലൂടെയാണ് ഇത് ഭൂമധ്യരേഖ ഈ പിരമിഡിന്റെ മധ്യത്തിൽ കൂടെയാണ് പോകുന്നത്. ഇതിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ മത്സ്യമാംസാദികൾ കേടുവരാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഫ്രൂട്ട്സ് ഡീക്കേ ചെയ്യില്ല, നൈവ്സ് മൂർച്ച കൂടുന്നു. ഇങ്ങനെ പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീടുകളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 18 inches പിരമിഡ് നമുക്ക് ഓൺലൈനിൽ വരുത്താൻ സാധിക്കും. രണ്ടാം വേൾഡ് വാറിൽ ഈ ഇരുമ്പിന് ക്ഷാമം ഉണ്ടായി അല്ലെങ്കിൽ ആയുധങ്ങൾ നിർമ്മിക്കാനായി മൂർച്ച പോയ സമയത്തൊക്കെ ഗില്ലൽ ബ്ലേഡ് അടക്കം ഇതിനകത്താണ് അവർ വെച്ച് മൂർച്ച കൂട്ടിയിരുന്നത്. ഈ പിരമിഡിനകത്ത് സ്റ്റീൽ ബ്ലേഡ് പിരമിഡിനകത്ത് വെച്ചാൽ 200 പ്രാവശ്യം വരെ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കാന്നാണ് വേൾഡ് വാർ ടൈമിൽ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഈ ബ്ലേഡ് ഈ പിരമിഡിനകത്ത് വെച്ച് മൂർച്ച ചെയ്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 200 പ്രാവശ്യം വരെ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. ഈ പുസ്തകം എഴുതിയ ആൾക്ക് രാമലിംഗം എന്ന് പറഞ്ഞ ആളാണ് ഈ പിരമിഡ് എന്ന പുസ്തകം എഴുതിയത്. കോയമ്പത്തൂരിലെ പെർക്സ് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അങ്ങേരാണ് പിരമിഡ് മാതൃകയിൽ തന്നെ ഒരു ബുക്സ് എഴുതിയത്. ഈ ബുക്സ് ആണ് എൻ്റെ കയ്യിലുള്ള ഓതന്റിക് ആയിട്ടുള്ള ബുക്ക്. നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടു പോയി. ശരിക്കും പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു പിരമിഡ് അവർ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചാൽ അതിന് ഒരു കല്ല് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് മറ്റേ അയണിന്റെ യാതൊരു അംശങ്ങളും അതിനകത്തില്ല. അപ്പം ഈ ഇതിന്റെ കോൺഫിഗറേഷനിലെ പ്രത്യേകത ഒരു തരം സിമെന്റോ മണലോ ഒന്നും ഉപയോഗിക്കേണ്ട, ഒരു കല്ലുകൾ ഉപയോഗിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നിർമ്മാണം തന്നെ. അന്നത്തെ കാലത്ത് ഞാനൊരു 20 വർഷം മുമ്പ് അവര് വീടുകളിലൊക്കെ വന്ന് ഇങ്ങനത്തെ ഒരു പിരമിഡ്, ഒരു കട്ടിലിടാൻ പാകത്തുള്ള പിരമിഡ് വീട്ടിലൊന്ന് ഉണ്ടാക്കി തരാൻ തയ്യാറായിരുന്നു. 1.5 ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത് അവര്. പക്ഷെ നമുക്ക് പക്ഷെ നമ്മൾ ഇതിന്റെ ബേസ്മെന്റിന്റെ അവിടെ ഒരു ഇരുമ്പിന്റെ അംശങ്ങളും പാടില്ല, ചുറ്റുവശത്തും പാടില്ല. അങ്ങനെ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം നമ്മുടെ ടെറസിന്റെ മുകളൊക്കെ ഇരുമ്പിനുള്ള കോൺക്രീറ്റിംഗ് ആയതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. 5000 BC 26 ലക്ഷം ഗ്രാനൈറ്റ് സ്റ്റോൺസ് 500 മൈൽസ് അശ്വിൻ ഹിൽസ് ദൂരത്തുനിന്ന് ഇത് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പിരമിഡ് ഈജിപ്തില് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പേപ്പർ ഒരു കല്ല് വെച്ച് അടുത്ത കല്ലിനും ഉള്ള ഗ്യാപ്പിൽ ഒരു പേപ്പറിന്റെ ചെറിയ അംശം പോലും അതിനകത്തേക്ക് നമ്മൾ തിരുകാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ കോൺഫിഗറേഷൻ നടത്തിയിരിക്കുന്നത്. 480 ഫീറ്റ് ഹൈറ്റ് ഇതിനുണ്ട്. ഹൈറ്റ് ഉയരത്തിലാണ് കടലിൽ നിന്ന് ഇതിനായിട്ട്. ഒരു റൂമിൽ ഇത് വെച്ചാൽ ആ റൂമിൽ എയർ പ്യൂരിഫൈ ചെയ്യും. നമ്മളെ വീട്ടിലൊക്കെ ഈ ഒരു ചെറിയൊരു പിരമിഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ആ റൂമിലെ എയർ പ്യൂരിഫിക്കേഷൻ നമുക്ക് കിട്ടും. ജേംസ് ഇല്ലാതാക്കും, അവിടെയുള്ളവരെ ഹെൽത്തി ആക്കി മാറ്റും. ആ റൂമിലെ പിരമിഡ് വെച്ച നമ്മൾ വെക്കുന്ന റൂമിനകത്ത് ആൾക്കാർക്ക് ഒരു ഹെൽത്തി ഇത് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഹെൽത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിന്റെ 1/3 ഹൈറ്റിൽ നിന്ന് എനർജി ഉദ്ഭവിക്കുന്ന പറയുന്നത്. നമ്മുടെ മേശപ്പുറത്തൊരു പിരമിഡ് വെച്ചാൽ അത് റൂമിനെ പോസിറ്റീവ് എനർജി ഉള്ളതാക്കാൻ ഈ ഒരു ചെറിയ പിരമിഡ് സാധിക്കും നമുക്ക്. പിന്നെ നമുക്ക് പറയുന്നവർക്ക് ഈ പിരമിഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ ആഗ്രഹം അതിൽ എഴുതിയിട്ട് ആ പേപ്പറിനെ ടോപ്പ് പോർഷൻ, പിരമിഡിന്റെ പേപ്പറിന്റെ ട്രയാങ്കിൾ പോർഷൻ ടോപ്പ് പോർഷൻ നമ്മൾ ബേസിലേക്ക് മടക്കി വെച്ചിട്ട് വീണ്ടും 2 സൈഡ് മടക്കി വെച്ചിട്ട് അത് കയ്യിൽ ആ പേപ്പറിനകത്ത് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയിട്ട് ആ പേപ്പർ കയ്യിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പിരമിഡിനകത്തേക്ക് ഇത് വെക്കണം. ഇതൊരു പിരമിഡാണ് ഇപ്പൊ കാണുന്നത്, കാണാം. ഇതിന്റെ ഒരു സൈഡ് നോർത്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത് മാർക്ക് ചെയ്ത് ഇതിനൊരു ബേസ് ഉണ്ട്. ഇതിന്റെ ശരിക്കും പറഞ്ഞ ബേസ്, ഈ ബേസിനെ നമുക്ക് തുറക്കാൻ സാധിക്കും. ഇതിനകത്തേക്ക് ഈ പേപ്പർ നമ്മുടെ വിഷ് എഴുതിയ കാര്യങ്ങൾ എഴുതിയിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞ് ദിവസം ഒരു 9 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കഴിഞ്ഞ് ആ ഒരു പേപ്പറിനെ നമ്മൾ എടുത്ത് കത്തിച്ച് കളഞ്ഞ് അതിന്റെ ചാരം വെളിയിൽ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ വിഷ് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എഴുതിയ കാര്യങ്ങൾ നടന്നിരിക്കുന്ന പറയുന്നത്.
ചില കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് പ്രകൃതിക്ക് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് മറ്റേ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ കാര്യങ്ങൾ അത്തരം മറ്റേ ഒരു ഭൗതിക കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അധികം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇതിന് മഞ്ഞ നിറത്തുള്ള പേപ്പർ ഉപയോഗിക്കാം, ബ്ലൂ കളറുള്ള പേപ്പർ ഉപയോഗിക്കാം, ഗ്രീൻ കളറുള്ള പേപ്പർ ഉപയോഗിക്കാം, ഓറഞ്ച് കളറുള്ള പേപ്പർ ഉപയോഗിക്കാം. ഓറഞ്ച് കളർ മെന്റൽ ക്ലാരിറ്റിക്ക് ഉപയോഗിക്കുന്നത്, മഞ്ഞ നിറമുള്ള ഇൻറ്റ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബ്ലൂ കളറുള്ള പേപ്പർ ഉപയോഗിക്കുന്നത് ഹീലിങ്ങിനാണ്, ഗ്രീൻ കളർ സ്നേഹം അല്ലെങ്കിൽ നമുക്ക് ഒരു സഹോദര സ്നേഹം അല്ലെങ്കിൽ ലോകത്തോടുള്ള സ്നേഹം, മനുഷ്യ സ്നേഹം, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 തരത്തിലുള്ള പേപ്പർ ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ ചെറിയ ട്രയാങ്കിൾ 4 സൈഡ് ഒരേമാതിരി ആയിരിക്കണം. ട്രയാങ്കിൾ ഷേപ്പിൽ എൻ്റെ ഒരു എഡ്ജിനെ മടക്കിയിട്ട് ഈ പേപ്പറിനകത്തായിരിക്കും നമ്മൾ വിഷ് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കുന്നത്. ആഗ്രഹം എഴുതാം, 2 പ്രാവശ്യം നാം മനസ്സിൽ ഇത് പല പ്രാവശ്യം പറയണം. എപ്പക്സ് താഴത്തേക്ക് മടക്കി ബേസ് മുകളിലേക്ക് മടക്കുക, കയ്യിൽ വെച്ച് നമ്മൾ 2 കൈയിൻ്റെ ഇടയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ പിരമിഡിനകത്ത് വെക്കുക. നോർത്ത് സൗത്ത് ആയിട്ട് വെക്കണം. നമ്മൾ 3 to 9 days കഴിഞ്ഞ് ഈ പിരമിഡ് കയ്യിൽ വെച്ച് നോർത്തിന് ഫേസ് ഇട്ട് പ്രാർത്ഥിക്കും. 9-ാം ദിവസം പേപ്പർ എടുത്ത് ഒരു കോർണറിൽ നിന്ന് ഇതിനെ കത്തിച്ച് നമ്മൾ അതിന്റെ ചാരം വെളിയിൽ കൊണ്ട് കുഴിച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷസ് ഇതോടുകൂടി സഫലീകരിച്ചു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചത് കളയുകയാണെങ്കിൽ അത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നിരിക്കും, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നടന്നിരിക്കും. നമ്മൾ ഞാൻ പറഞ്ഞ നാസയിലൊക്കെ ഇതിന്റെ പിരമിഡിനെ സംബന്ധിച്ച് അവർ ധാരാളം എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. സോളാർ എനർജിയെക്കാളും പവർഫുൾ ആണ് ഈ പിരമിഡിനകത്ത് എനർജിയെ പറയുന്നത്. നമ്മൾ ബർമുഡ ട്രയാങ്കിൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അല്ലേ? ബർമുഡ ട്രയാങ്കിൾ പറഞ്ഞാൽ അതിന്റെ ട്രയാങ്കിളിന്റെ ടോപ്പ് പോർഷൻ ഇൻസൈഡിലേക്കാണ്, താഴത്തേക്ക്. അപ്പൊ അതിനകത്ത് ആ പരിസരത്ത് ഏത് കപ്പൽ പോയാലും അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഈ ബർമുഡ ട്രയാങ്കിളിന്റെ മോൾ വശം നോൺ ഫ്ലൈയിങ് സോണാണ്. അതിന് മുകളിൽ കൂടിയിട്ട് എയറോപ്ലെയിൻ പറക്കാൻ പാടില്ല. എയറോപ്ലെയിൻ അഥവാ പറന്നാൽ തന്നെ ഇതിന്റെ പവർ കാരണം ആ ബർമുഡ ട്രയാങ്കിളിലേക്ക് ഇത് വലിച്ചെടുക്കും, ഈ എയറോപ്ലെയിനെ വലിച്ചെടുക്കും. അപ്പൊ അതൊരു നോ ഫ്ലൈയിങ് സോണാണ്. മാത്രമല്ല ഇതിനകത്തുള്ള പാത്രങ്ങളോ സാധനങ്ങളൊക്കെ അതിനെ വീഴുകയും ചെയ്യും, കുറച്ച് അതിന്റെ അടുത്ത് ചെന്നാൽ തന്നെ. ഇപ്പൊ വളരെയധികം കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഈ എയറോപ്ലെയിൻ പോകുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞത്. അപ്പൊ അതൊക്കെ ബാൻ ഏരിയ ആയിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത്. മാത്രമല്ല ഈ ഇതിനകത്ത് ഒരു 9 ശാസ്ത്രജ്ഞന്മാർ ഈ ഇതെല്ലാം പരീക്ഷിക്കാനായിട്ട് ഒരു കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ പിരമിഡിൽ ചെന്ന് എയറോപ്ലെയിനിൽ ചെന്ന് പാരച്യൂട്ട് വഴി ഇറങ്ങി ഇതിനകത്തിന്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇറങ്ങി അതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അവര് കമ്പ്യൂട്ടറൈസ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അവരുടേതായ ലാബറട്ടറി ഇതെല്ലാം അവര് ജനങ്ങൾക്ക് കാണിക്കാനും ലോകത്തിനെ കാണിക്കാനായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് 1 by 1 ഓരോ ഈ 9 ശാസ്ത്രജ്ഞന്മാരും സെൽഫായിട്ട് അവർ സൂയിസൈഡ് ചെയ്തു. അപ്പൊ പിരമിഡിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെ മനസ്സിലായില്ല. അപ്പൊ ഇത് ലോകത്തോട് കൂടിയിട്ടത് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയിക്കുക, ആരറിഞ്ഞാൽ അവര് സൂക്ഷിക്കുക എന്നല്ലാണ്ട് പുറത്ത് പറയാൻ പാടില്ല. അത് മാത്രമല്ല ഇത് ഒരു പേപ്പർ കാര്യം, അതായത് നമ്മളെ ന്യൂയോർക്ക് ടൈംസ്, ലണ്ടൻ ടൈംസ് അവരെയൊക്കെ വിളിച്ച് അവരെ ഒരു കോൺഫറൻസ് വെച്ചതെല്ലാം കാണിക്കാൻ വന്ന സമയത്ത് ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഇത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത സമയത്ത് അവര് കണ്ട കാര്യങ്ങളിനേക്കാൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും കാണാനുണ്ടായിരുന്നു, എല്ലാം ബ്ലാങ്ക് ആയിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് 2005-ലാണ് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നൊരു സംഭവം. ഇത് 1968 അവർ ചെയ്ത് 2005 ഇത് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ നടന്നില്ല. മനുഷ്യ പ്രവചനത്തിന് അതീതമായ കാര്യങ്ങളാണ് അവർ അന്ന് റെക്കോർഡിങ്ങിന് കിട്ടിയ, പക്ഷെ അതൊന്നും ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല നമുക്കിതിന് നമ്മളെ 1985 നമ്മളൊരു ഗ്യാസ് ട്രാജഡി നമുക്ക് ഉണ്ടായിരുന്നല്ലേ ഇന്ത്യയിലല്ലേ, മധ്യപ്രദേശ് ഐ തിങ്ക് ഭോപ്പാൽ ട്രാജഡി. ഈ ഭോപ്പാൽ ട്രാജഡി ഉണ്ടായ സമയത്ത് അന്നത്തെ ഹിന്ദു പേപ്പർ കട്ടിങ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ആർട്ടിക്കിൾ വന്നായിരുന്നു. അന്ന് അവിടുത്തെ നദീതീരത്ത് ഒരു ബ്രാഹ്മൺ ഫാമിലി ഈ ഒരു ഹോമം നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ സന്ധ്യാസമയത്താണ് ട്രാജഡി ഉണ്ടായത്. ഈ ഹോമം നടത്തിയ സമയത്ത് നെക്സ്റ്റ് അന്ന് ആ സമയത്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായത്. ട്രാജഡി ഉണ്ടായി കുറച്ച് അവിടെ ജനങ്ങളെല്ലാം വിളിച്ചു. ഈ ഒരു ഫാമിലി മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വലിയൊരു ന്യൂസ് വന്നു. അപ്പൊ ഈ അഗ്നിഹോമം അതായത് അഗ്നിഹോമം ചെയ്യുന്നത് നമ്മളെ കൗടങ്ങ്, പച്ചരി, നെയ്യ് ഇത് ഒഴിച്ചിട്ട് അതിനെ കത്തിക്കുകയും ചെയ്യും. എന്നിട്ട്
അഗ്നിയുടെ മന്ത്രമുണ്ട്, അത് ചെല്ലുക 9 പ്രാവശ്യം 10 പ്രാവശ്യം. അപ്പൊ ഇതൊന്ന് വമിക്കുന്ന ആ ഫ്യൂംസ് ആ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസിനെ ഇല്ലെങ്കിൽ ആ പോയിസൺ ഗ്യാസിനെ ഇല്ലാതാക്കി എന്നാ പറയുന്നത്. ഇവരത് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതേമാതിരി നമുക്ക് വേണമെങ്കിൽ ഇതേമാതിരി നമുക്കൊരു പിരമിഡ് ഷേപ്പ്ഡ് ഇത് വാങ്ങിച്ചിട്ട് ഇതേമാതിരി നമ്മളെ വീടുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിനെ തന്നെ പോസിറ്റീവ് എനർജി ആക്കാം. നമ്മുടെ വീട്ടിലെ ജെയിൻസ്, നമ്മൾ സാധാരണ ഇപ്പൊ ഹിന്ദുക്കളുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഗണപതി ഹോമം നടത്താന്ന്. അതേമാതിരി നമുക്ക് സെൽഫായിട്ട് നമുക്ക് ചെറിയൊരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് കൊണ്ട് മോർണിംഗ്, രാവിലെ സൂര്യൻ ഉദിച്ച ശേഷം വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ഒരു പിരമിഡുമാര് നമ്മളൊരു ഹോമത്തിന്റെ ഒരു ബ്രാസിനെ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് ഇത് 3 ചേർന്ന് ഈ അഗ്നിയുടെ മന്ത്രമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ വീടിന്റെ എല്ലാ നെഗറ്റീവ് എനർജിയും ബാക്ടീരിയാസ് എല്ലാം ആ ഗ്യാസ് നിന്ന് അല്ലെങ്കിൽ ആ പുകയിൽ നിന്ന് അതില്ലാതായി മാറുകയും അവിടെ എല്ലാവർക്കും പോസിറ്റീവ് എനർജി ഹെൽത്ത് നമ്മൾ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അത് ട്രൈ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗണപതി ഹോമം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ ജനലും വാതിലെല്ലാം അടച്ച് നമ്മുടെ ആ പുക നമ്മുടെ വീട്ടിന്റെ എല്ലാ പുതിയ വീടൊക്കെയാണ് എല്ലാ റൂമിലേക്കും ഇതിന്റെ പുക ചെല്ലണം എന്നാ പറയുക. അപ്പൊ അതിനകത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും നെഗറ്റീവ് ബാക്ടീരിയസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇതിനകത്ത് ഇതുണ്ട്. ഇത് സൺസെറ്റിനും സൺറൈസും ശേഷം സൺസെറ്റിന് മുമ്പാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മളെ ഈ പിരമിഡിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇറ്റ് ട്രാങ്കുലൈസസ് ദി റെസ്റ്റ്ലെസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. നമ്മളൊരു പിരമിഡിൽ നമ്മൾ അതിന്റെ ഒരു സൈഡ് നോർത്ത് മാർക്ക് ചെയ്യുക, മറ്റേ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോർത്ത് സൗത്ത് ഇരുന്ന് നമ്മൾ ആ പിരമിഡിനെ നമുക്കൊരു സൈക്കാട്രിക് ഈസിനെ ഉപയോഗിക്കുന്നെങ്കിൽ തലയിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഡെയിലി ഒരു ഫിക്സഡ് അവേഴ്സിൽ ഇരിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ ആ മനസ്സിന് ശാന്തത വരുന്ന പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കാപ്പി ആദ്യമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ ഒരു 3-4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫിയൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് വെച്ച് നോക്കി വിത്തിൻ 4 to 5 hours എടുത്ത് നോക്കൂ. ഈ 4 ടീസ്പൂൺ കാപ്പി പൊടി നമ്മൾ ഇട്ടതിന് പകരം 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ടതിന് മാത്രമുള്ള ടേസ്റ്റുള്ള കാപ്പി നമുക്ക് അതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് രാവിലെ വെച്ച് പണ്ട് ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ആ ചോറിനെ ഇതുകൊണ്ട് മൂടി വെച്ചാൽ മതി. നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിയല്ല 24 hours ആയാലും ഇതിനകത്തുള്ള ചോറ് കേടുവരില്ല. മാത്രമല്ല കുറെ കൂടി ആ സ്വാദോട് കൂടി നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളെ മുല്ലപ്പൂ വാങ്ങി രാത്രി തലേ സമയം പിറ്റേ ദിവസം എടുത്താലും ആ കുറച്ച് വെള്ളം അതിന് പോയിട്ടുണ്ടാകുന്നല്ലാണ്ട് മുല്ലപ്പൂ പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ പലതും ഇതിനകത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഈ പിരമിഡ്സ് ഉപയോഗിക്കാം. ബിസിനസ്മാന്റെ മനസ്സമാധാനം കിട്ടാനായിട്ട് ഉപയോഗിക്കേണ്ടത്, ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. ഇത് നമ്മൾ ആ പെർസ് സ്കൂൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ 1985 ചണ്ഡിക യാഗം എന്ന് പറഞ്ഞൊരു യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു. 1985 ആ 85 യാഗം നടത്തി. ആ യാഗം നടത്തി അതിന്റെ മുകളിൽ 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ ഒരു പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കയറി അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്ന ഒരു റിയൽ ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 85 എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 1995 പോയിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ തൃശ്ശൂരിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടേഴ്സിനൊക്കെ കൂട്ടി വീണ്ടും 2009-15 ഇടയ്ക്ക് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പാൾ മരിച്ചിരുന്നു. പക്ഷെ ആ മരിച്ചവരെ കൂട്ടിയിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് ഇതെല്ലാം ഇത് ക്ലോസ് ചെയ്യുക ചെയ്തു. അവരതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആ സ്കൂളിൽ നേരത്തെ പോയ പ്രിൻസിപ്പൾ നടത്താൻ സമയത്ത് ഈ പിരമിഡിനകത്ത് ഒരു കട്ടിലിട്ട് കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചികിത്സ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റ് എന്താ വെച്ചാൽ അങ്ങേരുടെ 7-8 ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു ബ്രദറിന് ഈ പിരമിഡിനകത്ത് ദിവസേന കടക്കാനായിട്ട് അനുവാദം കൊടുത്ത് 6 മാസം 8 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ 8 ഹാർട്ട് ബ്ലോക്ക് കംപ്ലീറ്റ്ലി ക്യൂവേർഡ് ആയിട്ട് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പിരമിഡിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേപ്പർ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കാം, ഫൈബർ ഉണ്ടാക്കാം നമ്മുടെ വീട്ടില്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇരുമ്പിന്റെ അലുമിനിയം അങ്ങനത്തെ ഇതൊന്നും നമുക്ക് പറ്റില്ല, സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. അതിനൊക്കെ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ സിംഗപ്പൂർ, മലേഷ്യ, ചൈന,
തായ്ലൻഡ് അങ്ങനത്തെ കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അവരെല്ലാം ഭയങ്കര പ്രോസ്പെറിറ്റിനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെയൊക്കെ വീടുകളുടെയും ബിസിനസ് സ്ഥാപനത്തിന്റെയൊക്കെ ഷേപ്പ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, നമ്മുടെയൊക്കെ വീടിന്റെയൊക്കെ എഡ്ജസ് മുഴുവൻ സ്ക്വയർ, റെക്ടാങ്കിൾ അങ്ങനെയൊക്കെ ഷാർപ്പ് കോർണേഴ്സ് ആണ്. അവരുടെ എല്ലാ ബിൽഡിങ്സ് എല്ലാം ഷാർപ്പ് കോർണേഴ്സ് അല്ല, ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവും ശരിക്കും പറഞ്ഞു. അപ്പൊ ട്രയാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തിരിക്കും. അപ്പൊ ഇത്തരം പ്ലേസസിനൊക്കെ എനർജി അവർക്ക് മറ്റേ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ ബിൽഡിങ്ങിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. പ്രോസ്പെറിറ്റി അവർക്ക് ആ ബിസിനസ്സിൽ കിട്ടുന്നതാണ് പറയുന്നത്. സത്യമായിട്ട് നമ്മള് തായ്ലൻഡും സിംഗപ്പൂരൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ബിൽഡിങ്സിന്റെ ഒക്കെ ഷേപ്പ് ടോപ്പ് പോർഷൻ എപ്പോഴും പിരമിഡിന്റെ ഷേപ്പിലാണ് നമുക്കുള്ളത്. പിന്നെ ഇതിന്റെ പ്രധാന നമ്മളെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി കിട്ടും. നമ്മളിപ്പോ ഒരു വീട്ടിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പല ഇതും ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളിപ്പോ ഒരു പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു സ്നാക്സ് കഴിച്ചു, ഉഴുന്നുവട പരിപ്പുവട കഴിച്ചു, വീട്ടിൽ വന്നു നമുക്ക് ആ എണ്ണ ശരിയായില്ല എന്ന് പറഞ്ഞാണ് നമുക്ക് ഈ പിരമിഡ് എടുത്ത് നമ്മൾ നോർത്ത് സൗത്ത് ഫേസ് ചെയ്ത് ഇരുന്ന് ഒരു മറ്റേ നോർത്ത് ഭാഗം നോർത്ത് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മുടെ വയറിൽ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഈ പിരമിഡിനകത്തിന് ഒരു ഊർജ്ജം നമ്മുടെ വയറിനകത്തേക്ക് പതിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതിന്റെ നമുക്ക് എറക്ടേഷനോ അല്ലെങ്കിൽ ഫ്ലാറ്റസോ പാസ് ചെയ്യുന്ന ഒരു ഫിസിക്കലായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. അതോട് കൂടിയിട്ട് നമ്മുടെ ആ ബ്ലോക്കേജ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഉറക്കം വരാത്തവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നതിന്റെ മുകളിൽ ഈ പിരമിഡ് വെക്കാനായിട്ട് ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ ക്വാർട്ടർ അവേഴ്സ് 15 മിനിറ്റ് ഉറക്കം തീർച്ചയായിട്ടും കിട്ടുന്നു. അപ്പൊ അതിന് മൾട്ടി പർപ്പസ് നിങ്ങൾ ഏതിനാണ് ഈ പിരമിഡിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയില്ല. ഡയബറ്റീസ് പേഷ്യന്റിന്, ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ശരിക്കും പറഞ്ഞു. ഓരോ പിരമിഡ് വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിരമിഡ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊണ്ടുപോയിട്ട് പേഷ്യൻസിന്റെ കാലിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡെയിലി. ഓരോ പേഷ്യന്റിന് 15 മിനിറ്റ് അതുകൊണ്ട് പിറ്റേ ദിവസം പോകുമ്പോൾ അവരുടെ അന്വേഷിച്ച സമയത്ത് അവർക്ക് അത് വെച്ച ശേഷം ബെറ്റർ ആയിട്ട് അവർ പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. നമ്മളത് സർവീസിലിരിക്കുമ്പോൾ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആയിട്ട് ഇപ്പോഴും ഞാനത് പലരെ കൊണ്ടും പിരമിഡ് വാങ്ങിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടാൻ, മെമ്പർ കൂടാനായിട്ട് പേപ്പർ പിരമിഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിരമിഡിനെ വാങ്ങിച്ച് നമ്മൾ നോർത്ത് സൈഡ് അവരെ നോർത്ത് സൗത്ത് ആയിട്ട് ഇരുത്തി ഈ പിരമിഡ് ഡെയിലി അവർ തലയിൽ വെച്ച് അവർ ആൽഫ ബീറ്റ ഗാമ റേസ് ഒക്കെ അല്ലെങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ ബ്രെയിനിൽ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തിനാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതിന് ചോദ്യം ഉത്തരമേ നമുക്കില്ല. അത് വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോ ഒരു വാങ്ങിയ പിരമിഡ് കറക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു പെൻഡിലം നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു പെൻഡിലം നമ്മളെടുത്ത് അതിന് പിരമിഡിനകത്ത് കൊണ്ടുകഴിഞ്ഞാൽ അതിന് ചെറിയതായിട്ടൊരു ഓസലേഷൻ വരും. നിങ്ങൾക്ക് എൻ്റെ ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനത് ഷോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ പെൻഡിലം ഓസിലേറ്റ് ചെയ്യുള്ളൂ. നമ്മളത് പിരമിഡ് വെച്ചിരിക്കുന്നത് നോർത്ത് സൗത്ത് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പെൻഡിലം നല്ലോണം സ്വിങ് ചെയ്യും. കാണുന്നുണ്ടോ നിങ്ങളെല്ലാവരും? കാണാൻ പറ്റില്ല? കാണുന്നുണ്ട്. ഇത് ഇതിപ്പോ സ്വിങ് ചെയ്യാണ്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് തിരിച്ചിങ് വീണ്ടും കൊണ്ടുവന്ന് നോക്കും. ഒരു ചെറിയ ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് സ്വിങ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ പിരമിഡ് കറക്റ്റ് ആണ്, ഇതിനകത്ത് എനർജി ഉണ്ടോ എന്നതിന്റെ ടെസ്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വാങ്ങിയ പിരമിഡ് യൂസ്ഫുൾ ആണോ ഇല്ലയോ നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്മള് പലതരത്തിലുള്ള പിരമിഡ് ശരിക്കും പറഞ്ഞാൽ 6 നമുക്ക് ഏത് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ എന്തിനാണ് പർപ്പസ് അതിനനുസരിച്ച് നമുക്ക് ഓൺലൈനിൽ വരുത്താൻ പറ്റും. നമ്മളിപ്പോ ഈയിടെ നമ്മൾ ഫൈബർ മറ്റൊരു 6 ഇഞ്ചിന്റെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്ലൈവുഡ് ഉണ്ടാക്കിയ ആ ഒരു സാധനം നമ്മൾ 2 വാങ്ങി വീട്ടിലേക്ക് പുതുതായിട്ട് വാങ്ങിച്ചു. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ചെറിയൊരു പിരമിഡാണ്. ഇതിനകത്ത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം, ബ്ലേഡ് ചാർജ് ചെയ്യാം. അത് മാത്രമല്ല ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിപ്പോ ഒരു നിയർലി ഒരു 6 ഇഞ്ചസ് ഒന്നും ഇല്ല, ഇത് വളരെ ചെറുതാണ്. 6 ഇഞ്ചസിനൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്ടർ എനർജൈസ് ചെയ്യാം. വാട്ടർ എനർജൈസ് ചെയ്ത ശേഷം ആ വാട്ടർ നമ്മുടെ മുഖത്ത് ദിവസം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് അവരുടെ മുഖം കാന്തി വർദ്ധിക്കും.
എന്ന് 100% ഷുവറാണ്. ഇത് പർക്സ് സ്കൂളിലെ പ്രിൻസിപ്പാൾ അവിടുത്തെ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ചെയ്തിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ എന്തിനാണ് ഈ പിരമിഡ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. ആ കാര്യത്തിന്റെ ഏത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള സൈസ് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ലോക്കലായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിന് മെഷർമെന്റ് ഒക്കെ നമ്മളെ ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും. ഓരോ ബേസ് എത്രയാണ്, 4 സൈഡിനും ഒരേ ഹൈറ്റാണ്, സെന്റർ ഇത്ര ഹൈറ്റാണ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിന് പ്രത്യേകത. ഇതിന് നമ്മൾ ഓരോ ദിവസം നമുക്ക് നമ്മളെ ടൊമാറ്റോ വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല, പൊട്ടറ്റോ വെച്ചാൽ കേടുവരില്ല, അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസും നമുക്കിതിന് കേടുവരാണ്ട് നമുക്കിതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് പറഞ്ഞു ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കാണില്ല. അതില് ഈ ചിത്രങ്ങളൊക്കെ പിരമിഡ് നമ്മൾ എങ്ങനെ ഇപ്പൊ വയറുവേദനയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതൊക്കെ മറ്റേ തലയിൽ എങ്ങനെ വെക്കാം, ബാക്ക് പെയിൻ വരുമ്പോൾ എങ്ങനെ വെക്കാം, അതൊക്കെ ജസ്റ്റ് നമ്മൾ ഒറ്റ പ്രിൻസിപ്പിളേ ഇതിലുള്ളൂ. നോർത്ത് സൗത്ത് ആയിട്ട് നമ്മൾ കടക്കുകയോ ഇരിക്കുകയോ ചെയ്യണം. നമ്മുടെ ആ സ്പോട്ടിലേക്ക് ഈ പിരമിഡ് നോർത്ത് സൗത്ത് ആയിട്ട് വെച്ചു കൊടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പിരമിഡിന്റെ ഒരു സൈഡ് നോർത്ത് എപ്പോഴും മാർക്ക് ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും അത് മാറ്റാൻ പാടില്ല. അതിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ പോയിന്റ്. തന്നെ ഈ ഒരു തലവേദനയ്ക്ക് വരെ പറയുന്നത് നമ്മളത് 30 മിനിറ്റാണ് അവർ പറയുന്നത്. തലവേദനയ്ക്കൊക്കെ നമ്മളെ കോൾഡ് സൈനസൈറ്റീസിനൊക്കെ ഫേഷ്യൽ പോസ്റ്റാ പറയുന്നത്. അതിനും 30 മിനിറ്റ്സ് ആണ് നമ്മൾ അവർ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ചെസ്റ്റ് പ്രോബ്ലം, അതായത് ആസ്മ കംപ്ലൈൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ റിലീഫ് കിട്ടുന്നവരെ ഡെയിലി ഒരു പെർട്ടിക്കുലർ ടൈമിലോ അല്ലെങ്കിൽ 4 നേരം മറ്റും ഉപയോഗിക്കാം. സ്റ്റൊമക് ഏക്കിന് നമുക്ക് ഉപയോഗിക്കാം. ടോസിന്റെ പെയിൻ ഉപയോഗിക്കാം. റുമാറ്റിസം, സ്റ്റിഫ്നെസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദി മസിൽസ് ആൻഡ് ജോയിന്റ്സ് ഉപയോഗിക്കാം. സ്ലീപ്പിന് ഉപയോഗിക്കാം. സ്ലീപ്പ് കിട്ടാത്തവരൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് മരുന്നല്ലാത്തൊരു മാർഗം ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് നീ പെയിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് 6 ഇഞ്ചസിന്റെ ഉപയോഗങ്ങളാണ് പിരമിഡിന്. ഇനി 6 ഫീറ്റിന്റെ ആണ് നമുക്ക് കയ്യിലുള്ളതെങ്കിൽ റുമാറ്റിസം, ആർത്രൈറ്റിസ്, ബോഡി പെയിന്, സൈനസിന്, ഹെഡ് ഏക്സ്, ഇതൊന്നും ഒരേ മെത്തേഡ് തന്നെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്കതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പ്രോസ്റ്റേറ്റ് കംപ്ലൈൻസ്, ശരിക്കും പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് കംപ്ലൈൻസ് ഒക്കെ നമ്മളെ ജെനിറ്റൽ റീജിയനിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ അത് മാറിയതായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് മാറിയതായിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററീസ് ഒക്കെ ഈ ബുക്കിൽ പറയുന്നുണ്ട്. കയ്യിലുള്ള ബുക്കിൽ ഡോക്ടർ രാമലിംഗ് എന്ന് പറഞ്ഞ ആൾ എഴുതിയ ബുക്കിൽ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ പ്രോസ്റ്റേറ്റ് അല്ല. അതേമാതിരി ആദ്യമൊക്കെ ഒരു സമയത്ത് ഈ ബസ് കണ്ടക്ടേഴ്സ് ഒക്കെ അവര് ബസ് ടെർമിനൽസിൽ എത്തിയിട്ട് കണക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ പിരമിഡിന്റെ അകത്ത് വന്ന് മനസ്സിന്ന് ശാന്തമാക്കി അതിനുശേഷമാണ് അവർ അന്നത്തെ കളക്ഷൻ മുഴുവൻ എണ്ണിയിട്ട് അതിനകത്ത് ഇരുന്ന് എണ്ണിട്ട് സമാന്തരം പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പൊ അത്രയും നമുക്ക് ആ മനസ്സിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നു. നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്രശ്നങ്ങളില്ലാണ്ട് റിലാക്സേഷനോട് ചെയ്യാൻ ഈ പിരമിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് എനർജിയാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായില്ലേ? ഈ എനർജി നമുക്ക് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ചെയ്യാം. വാട്ടർ എൻഹാൻസ് ചെയ്യാം, നമുക്ക് ഭക്ഷണങ്ങൾ എൻഹാൻസ് ചെയ്യാം, ഉപയോഗിക്കാം. മാത്രമല്ല നമ്മുടെ ചെടികൾക്കൊക്കെ നേരത്തെ വെള്ളം വെച്ചിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു നോക്കുക. ചെടിക്ക് പ്രത്യേകത ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. ചെടിയുടെ മുകളിലേക്ക് പിരമിഡ് ദിവസേന ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അതൊരു ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ട് അത് മാറും. നമ്മുടെ ആ ചെടികളൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുള്ള ക്ലോറിനേറ്റഡ് വാട്ടറിന് നമുക്ക് ക്ലോറിനേറ്റഡ് വാട്ടറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോറിനേഷൻ മാറി കിട്ടും. നമുക്ക് സംശയിക്കുക വേണ്ട, അത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഇനി എവിടെ വാങ്ങിക്കാൻ പറ്റുന്ന വെച്ചാൽ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിരമിഡ് നമുക്ക് എവിടുന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു ആവറേജ് ഒരു 900,000 വരുന്നുണ്ട് ഒരു 6 ഇഞ്ചസിന്റെ ഇതിന് പിരമിഡിനൊക്കെ ഇപ്പോഴത്തെ വില ഞാൻ വരുത്തിയത്. പിരമിഡ് വാട്ടർ ഉപയോഗിച്ച് നമ്മുടെ മുഖകാന്തി വർദ്ധിക്കും ശരിക്കും പറഞ്ഞാല്. പിന്നെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫിംഗറിനെ ഈ പിരമിഡ് അകത്തൊന്ന് വെച്ച് നോക്കൂ. അതിന്റെ റിസൾട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് അതിന്റെ പെയിൻ സബ്സൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഞ്ചുറിയുടെ ട്രേസ് പോലും ഉണ്ടാവില്ല എന്ന് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പിരമിഡിനകത്ത് നമ്മൾ മുറിഞ്ഞ കൈ വെക്കുകയാണെങ്കിൽ. ബ്രൂയിസസ്, അപ്ലൈയിങ് പിരമിഡ് വാട്ടർ ടു കട്ട്സ്, ബേൺസ്, ബ്രൂയിസസ്, മോൾസ്, calluses, hangnails, warts, various skin problems appears to be a definite adjunct to normal medication. സാധാരണ മെഡിസിൻസിന് പുറമെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിത് ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പി എന്ന നിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കിച്ചണിൽ നമുക്ക് പിരമിഡ് വാട്ടർ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ബെറ്റർ ക്വാളിറ്റി കോഫി, ടീ, മിൽക്ക്,
ജ്യൂസസ് ഒക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാനും അതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ഈ പിരമിഡിന് കൊണ്ട് അതിന്റെ മുകളിൽ കമത്തി വെച്ചാൽ മതി. നമുക്ക് നമ്മുടെ ലോസ് ആഞ്ചൽസിലെ ഹോട്ടൽസിന്റെ ഒക്കെ ഷേപ്പ് പിരമിഡ് ഷേപ്പാണ് ഇപ്പോൾ. നമ്മൾ എപ്പോഴെങ്കിലും അമേരിക്കയിൽ പോകുന്ന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോസ് ആഞ്ചൽസിലെ ഹോട്ടൽസിന്റെ ടോപ്പ് പോർഷനൊക്കെ പിരമിഡ് ഷേപ്പാണ് ഇപ്പോൾ ഉള്ളത്. സാർ നമ്മള് സാർ കേൾക്കുന്നുണ്ട് സാർ? നമ്മളിപ്പോ മീറ്റിങ്ങുകളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോ പ്രവേശിക്കാം. ഈ നമ്മുടെ ചോദ്യം ബ്രീഫിംഗ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമുക്ക് നേരിട്ട് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവർക്ക് വാങ്ങാനുള്ള സംവിധാനം ഇതിന്റെ ഉപയോഗങ്ങളും ഫർദർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഫോൺ നമ്പർ ചാറ്റിലിട്ടാല് കോണ്ടാക്ട് ചെയ്യാമായിരുന്നു. എഴുതിയെടുത്തോളൂ എല്ലാവരും, ഞാൻ പറയാം. ശരി സാർ. 944 63 77 982 982. താങ്ക് യു സാർ. ഇതിപ്പോ എന്താ വെച്ചാൽ ഇതുമാതിരി വേറെ ഇനി രണ്ടൊരു മാഗ്നറ്റോ തെറാപ്പിന്റെ പിന്നെ ഒരു മദ്രാസിലായിരുന്നു മദ്രാസിൽ BSNL എഞ്ചിനീയർ ഒരു ആൾട്ടർനേറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അതിൽ കുറെ കാര്യങ്ങൾ നമുക്കൊന്നും ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ശരിയാണ്. കാരണം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര പേര് ഓർമ്മിക്കുന്നറിയില്ല, എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു പ്രത്യേക വാർഡില് പ്രത്യേക ബെഡിൽ കിടക്കുന്ന പേഷ്യൻസ് റെഗുലറായിട്ട് മരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി എപ്പോഴെങ്കിലും വാച്ച് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന നമ്മളെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിൽ ഏത് ബെഡിലാണ് ഏറ്റവും കൂടുതൽ മരണം നടത്തിയിരിക്കുന്നത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ബെഡ് നിൽക്കുന്ന സ്ഥലം അതിനകത്തുള്ള എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസിലാണ് ഈ മരണം സംഭവിക്കുന്നത്. ജോയിൻ ചെയ്തിട്ടുണ്ടേ. ആയിക്കോട്ടെ. നമ്മളൊരു ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മളെ മറ്റേ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് അവരുടെ ICU വാർഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ സത്യമാണെന്ന് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല ആ പൊസിഷൻ അവരുടെ അല്ലെങ്കിൽ ആ ഒരു ബെഡിന്റെ പൊസിഷൻ മാറ്റുന്ന സമയത്ത് മരണനിരക്ക് കുറഞ്ഞതായിട്ടും നമുക്ക് അവർ അറിയിപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു അതില് വാട്ടർ ബോഡീസ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ. താങ്ക് യു സാർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു പ്രത്യേക അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. വളരെ പുതിയൊരു അനുഭവമായിരുന്നു. നമുക്ക് ആദ്യം സേഠ് സാറിനെ ഒന്ന് സേഠ് സാർ സംസാരിച്ചോളൂ സാർ. എനിക്ക് ഭാവി പരിപാടിയെ പറ്റി കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജൂൺ 1-ാം തീയതി എന്നുള്ളത് അടുത്തിരിക്കുകയാണല്ലോ. 14-ാം തീയതി ആയിക്കഴിഞ്ഞു. 13 ദിവസങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനുള്ള അഭിപ്രായങ്ങളെ ആരായുകയും പുതിയ പദ്ധതികൾ ഇടുകയും ചെയ്യണം. പിന്നെ നമ്മുടെ സ്കീമിന്റെ ഒരു ക്യാൻസറിനെ പറ്റി കൂടുതൽ ഡിസ്കഷൻ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ക്യാൻസറിനെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പറഞ്ഞില്ല. പിന്നെ ആരോ പറഞ്ഞില്ല അങ്ങനെ ഒരു ക്ലാസ് മോഡൽ വെക്കണം പറഞ്ഞിട്ട് വന്നല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് ചെയ്യാനല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞെ സാറിന്റെ ക്ലാസ് ഒരു 9:45 തീരുകയാണെങ്കിൽ നമുക്ക് ഭാവി വരാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സാറിനെ ഡിസ്റ്റർബ് ചെയ്തേട്ടാ. സോറി. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാൻ സാറിന് പറ്റും കേട്ടോ. ഞാൻ കാരണം വിജ്ഞപ്പെടുത്തുന്നില്ല. അത് നല്ല കാര്യമാണ്. പുള്ളിയുടെ അടുത്ത് അനുഭവങ്ങൾ വലുതാനുള്ളത്. അഗ്നിയാണത്. അഗ്നിയെന്ന് ചോദിച്ചേ. ആരെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സിനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും. അത് പുള്ളിയുടെ വായിൽ നിന്ന് ഇന്ന് തന്നെ കേൾക്കുന്നതിന് കുറച്ച് സുഖം, നാളെ കേൾക്കുന്ന സുഖം ഉണ്ടാവില്ല. ഫോൺ നമ്പർ കൂടുതൽ അറിയേണ്ട ആളുകൾ ചാറ്റ് ബോക്സിൽ പോയിട്ട് ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യും.
സാറേ ഒരു 10 മിനിറ്റ് അതിന് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് സാറേ ഓക്കെ സാർ, അതെടുത്തോട്ടെ, കുഴപ്പമില്ല. സാറിന് മീറ്റിംഗും 1-ാം തീയതി പ്രോഗ്രാം എന്തെങ്കിലും പറയാൻ സാർ, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം. അത് ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കട്ടെ. ഇല്ല അതിനെയല്ലേ നമ്മളെ പെട്ട ആളാണെങ്കിൽ അതിനെയാണല്ലോ ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ. അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെ സാറ് പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പരിപാടി വളരെയധികം പോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാമ്പത്തിക പ്രശ്നമുണ്ട്, ശാരീരിക പ്രശ്നമുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും ഇവിടെ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ചിലയിടത്ത് ശാരീരികമായിട്ടൊരു പ്രശ്നം മാത്രമായിരിക്കും, അടിപിടി പിഴകളൊക്കെ, അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ മാനസിക സംഘർഷങ്ങൾ അത് കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സാമ്പത്തികം അത് വളരെയധികം ഉണ്ട്. ഈ 2 കാര്യങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് ഈ പരിപാടി വളരെയധികം അത്യുന്നതി കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ IIPS എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞ ഒരു സംഘടന അല്ല എന്ന് പല പ്രാവശ്യം പറയാറുണ്ട്. സംഘടന അല്ല, ISK സംഘടനയാണ്, ICMA സംഘടനയാണ്, UFA സംഘടനയാണ്. ഇത് സംഘടനയല്ല, ഇത് വേദിയാണ്. ഇവിടെ വന്ന് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും, ഹോമിയോപ്പതി അഭ്യുദയകാംക്ഷികൾക്കും, ലവേഴ്സിനും ഡോക്ടേഴ്സിനും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. അവരുടെ ചിന്തനങ്ങളും പങ്കുവെക്കാം, ഡോക്ടർമാർക്ക് പങ്കുവെക്കാം. അത് എല്ലാവരും കേൾക്കും, ശ്രദ്ധിച്ചു കേൾക്കും. അത് അങ്ങനെ ഒരു വേദിയാണ്, ഒരു വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. ആ വേദിയിൽ നമ്മളിപ്പം ഒരു വളരെ നീക്കം ആയിരിക്കണം. ഇപ്പം 1000 ഡേ അൺറപ്റ്റഡ് സെമിനാർ പോയിക്കൊണ്ടിരിക്കുക. ഈ അടുത്ത 28-ാം തീയതി ആകുമ്പോൾ 1000 ദിവസം തികയുന്നു. അത് ലോകത്തെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് വേൾഡ് റെക്കോർഡുണ്ട്. ഗിന്നസ് ബുക്കിൽ അതിന്റെ ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റും. അതേപ്പറ്റി അറിയാവുന്നവരൊക്കെ ചെയ്യട്ടെ. ഡോക്ടർ ഷാജി കുര്യാത്ത് അങ്ങനെ കുറച്ച് ആൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അവർ ചെയ്യട്ടെ. ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ് ചെയ്തു കൊടുക്കാം, സാമാന്യത്തിൽ കണ്ടെത്താം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി അടുത്തൊരു മീറ്റിംഗ് നമ്മൾ വെക്കുന്നത് കൽക്കട്ട ആണ്, പിന്നീട് ഡൽഹിയാണ്. ഈ ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് കഴിയുമ്പോഴേ പിന്നെ ഫൈനൽ ദുബായ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 മീറ്റിങ്ങുകളും കഴിയുമ്പോഴേക്കും ഹോമിയോപ്പതിയുടെ നമ്പർ 1 ഞാൻ പറയുന്നില്ല, അത് എന്തോ ഒക്കെ എത്തിപ്പോയി പോകും. എന്നാലും നമ്പർ 1 അത് മാറുന്നത് ഉറപ്പാണ്. കാരണം നമ്മുടെ സെക്കൻഡ് ട്രീറ്റ്മെന്റ് സൈഡിനെ പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ തേർഡോ ഫോർത്തോ ഒക്കെയാണ്. വേൾഡ് വൈസ് നോക്കുമ്പോൾ സെക്കൻഡ് ഇതാണ്. സെക്കൻഡിൽ ഫസ്റ്റ് നമ്മൾ ആ രീതി ആക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അതാണ് വേണ്ടത്. അലോപ്പതിയുടെ അതിക്രമം കൊണ്ടും അതിപ്രസരം കൊണ്ടും നമുക്ക് അവിടെ എത്തി നോക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ക്യൂരിറ്റി വെച്ചത് ആളെ സഹായിക്കുന്ന രീതിയിൽ, രോഗം വിമർശിക്കുന്ന രീതിയിൽ, രോഗം നിർമ്മാണം ചെയ്യുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും നമ്പർ 1 ആണ്. തുറക്കം പോകണ്ട. പ്രചരണ കാര്യത്തിൽ, സാമ്പത്തികമായി ഒരുപാട് ഒഴുക്കുന്ന കാര്യത്തിലെല്ലാം മറ്റു സിസ്റ്റങ്ങളുണ്ട്. എല്ലായിടത്തും പറയുന്നില്ല, ആരെയും വിമർശിക്കുന്നുമില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ദൗത്യപ്പെട്ടിരിക്കുന്ന ഇപ്പം ഈ കാര്യമാണ്. ഹോമിയോപ്പതി വളരെയധികം ഉൻപത്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഉൻപത്തി എത്തിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് നമ്പർ 1 ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല. രോഗത്തിന് ശാന്തി ഉണ്ടാവണം, രോഗികളുടെ സമാധാനം ഉണ്ടാവണം. നമ്മുടെ വരുന്ന രോഗികളിൽ ഒരു 85% സുഖമായിട്ടിരിക്കണം. മരണനിരക്ക് വളരെ കുറയണം നമ്മുടെ ചികിത്സ കൊണ്ട്. ഇതാണ് എൻ്റെ ഉദ്ദേശം. മരണനിരക്ക് ഒരുപാട് ചികിത്സാ രീതി കൊണ്ട് ഉണ്ടാകാറുണ്ട്. നേരത്തെ ഒരു ഡോക്ടർ അദ്ദേഹം പറഞ്ഞില്ലായിരുന്നു, ചില വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യാൻ ഒരുപാട് മരണം ഉണ്ടാവും, ചില ബെഡിൽ അഡ്മിറ്റ് ചെയ്യാൻ ഉണ്ടാവും. അതൊക്കെ മിഥ്യെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല. ആ വർഷത്തെ വായു പ്രശ്നം കൊണ്ടും എല്ലാം ഉണ്ടാവും. നമുക്കിപ്പോൾ അറിയാമല്ലോ. ഇപ്പൊ എൻ്റെ ഒരു കസിൻ്റെ വീട് ഉണ്ടായിരുന്നു ചാവക്കാട്. ഒരു മുറിയിലും ഫാനില്ല, ഒരു മുറിയിൽ AC ഇല്ല, എല്ലാ മുറിയിലും കാറ്റ് കിട്ടും, എല്ലാ മുറിയിലും തണുപ്പും. ഇപ്പൊ അത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്റർനാഷണൽ ഹോട്ടലായിട്ട് മാറിയിരിക്കുക. ചാവക്കാട് ജംഗ്ഷനിൽ തന്നെ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ചാവക്കാട് ഏരിയയിൽ തന്നെ എൻ്റെ തന്നെ ചിറ്റപ്പൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയന്റെ സ്ഥലമുണ്ട്, അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥലമുണ്ട്. ആ വീട്ടിലൊക്കെ പോയ ഒരു ശാന്തതയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ വീട്ടിലുള്ള ആ ബഹളത്തിനിടയ്ക്ക് ഞാൻ പലപ്പോഴും ആലപ്പുഴ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ മൂങ്ങല നേരെ ചാവക്കാട് പോയിട്ട് ചാച്ചാടുത്ത് പോയി. ചാച്ചാവ് ചിറ്റപ്പൻ നടത്തണം, അല്ല വയ്യപ്പൻ നടത്തണം. ചാച്ച അവിടെ നിന്നാൽ ആ ഒരു ദിവസത്തെ എനിക്ക് എനർജി ഭയങ്കരമാണ്.
തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു 10 ദിവസത്തേക്ക് യാതൊരു ക്ഷീണം എനിക്ക് ഉണ്ടാവില്ല. ഒറ്റ ദിവസം നിൽക്കുള്ളൂ. ആ ഒറ്റ ദിവസം നിൽക്കാല് 10 ദിവസം ഞാൻ എനർജി വളരെ എനർജി വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ അവരെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ പോയി ആ സമയത്തേക്ക് പോയി നിൽക്കുമായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ MJ സക്കറിയ MLA ഫാദറിലാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു. എൻ്റെ ഫാദറിലോ മരിച്ചു. ഞാനൊരു രംഗം കംപ്ലീറ്റ് മാറിക്കും. മക്കളെ കയ്യിലിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അല്ലേ, മക്കളായപ്പോഴത്തേക്കും അവരവിടെ വീടുകൾക്കെല്ലാം സ്ഥലം പോരാ, സ്ഥലം കൂടുതലാണെന്ന് പറഞ്ഞപ്പം ഓരോ ദിവസത്തിലും പ്രത്യേക ചെറിയ വീടിനടുത്ത് മാറി. വലിയ വീട് അവർ വാടകയ്ക്ക് കൊടുത്ത് അതിൽ വിട്ടു. എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റില്ല. അപ്പൊ ഇതാണ് സംഗതികൾ നടക്കുന്നത്. ലോകത്ത് നടക്കുന്നത് ഇല്ലാത്ത പോകുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ രോഗികളിൽ 85% സൗഖ്യം കൊടുക്കാൻ പറ്റും. സൗഖ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് രോഗം വിമുക്തി മാത്രമല്ല, ഒരു ആശ്വാസം. ഒന്ന് കയറി കഴിയുമ്പോഴേ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി കയറി കഴിയുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി, പ്രത്യേക ഒരു തരംഗം അവർക്ക് ഉണ്ടാവണം. ആ രോഗികൾക്ക് ആ തരംഗം എവിടെ നിന്നുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം വിക്ഷേപിക്കണം. അപ്പോഴേ ആ തരംഗം ഉണ്ടാവുള്ളൂ. അവിടെ അല്ലാതെ ഉണ്ടാവില്ല. അത് അവർ വരുമ്പോൾ അവർ കിട്ടുന്നതല്ല, അത് നമ്മുടെ മനസ്സിന്റെ തരംഗമാണ്. ആ തരംഗം അവർക്കത് ഏറ്റെടുക്കാൻ കഴിയണം. ചില ആളൊന്നും പറയാറില്ല, ഓ സാറൊന്ന് കണ്ടാൽ മതി, സാർ തൊട്ടാൽ മതി. സത്യം പറയാൻ അങ്ങനെയൊന്നും ഇല്ല സംഭവം. പക്ഷെ അവര് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത ഒരു കണികയുണ്ട്, ധാരണയുണ്ട്. നമ്മൾ നിഷേധിക്കാൻ പോകണ്ട, അത് പ്രോത്സാഹിപ്പിക്കാനും പോകണ്ട. ശരി, ഞാൻ തൊട്ടാൽ പോകൂലേ, അതങ്ങനെ എൻ്റെ ഇതാണ്, എൻ്റെ കഴിവാണെന്നൊക്കെ പറയാൻ പോയാൽ അത് പൂജ്യമാകും. അത് വേണ്ട, നിസ്സാഹപ്പെടുത്തുകയും വേണ്ട, നമ്മൾ നിഷേധിക്കാൻ പോകണ്ട. അവരെ അനുഭവിച്ചോട്ടെ. അപ്പൊ നമ്മുടെ വേദി നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കുറെ ആളുകൾ നിസ്വാർത്ഥമായ സേവനം നടത്തുന്നുണ്ട്. അവരെ ഇന്നത്തെ നിസ്വാർത്ഥമായ സേവനത്തിൽ പാകപ്പിഴ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല. ആ പാകപ്പിഴകൾ നമ്മൾ മനഃപൂർവ്വം ഒന്നും മറക്കുക. ചില കാര്യങ്ങൾക്ക് നമുക്ക് ജയിക്കണം. ഈ ഓഗസ്റ്റ് 1-ാം തീയതി നമ്മൾ ജയിച്ചേ അടങ്ങുള്ളൂ. അതുപോലെ തന്നെ 10 ദിവസം കഴിയുമ്പോഴേക്കും കൽക്കട്ടയിൽ ജയിച്ചേ അടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ജയിച്ചേ പറ്റുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ഒക്കെ വന്ന് നമ്മുടെ വേദി ഇരുന്നാൽ അതൊരു അന്തസ്സൊന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഭരണത്തേക്കാൾ വരുന്ന പോലെ അല്ലല്ലോ ഒരു അറബ് രാജ്യത്തിലെ ഒരു ഭരണാധികാരി വന്നിരിക്കാൻ. ഇത് പ്രത്യേക അനുഭൂതിയാണ്. അവരങ്ങനെ ഒന്നും വന്നിരിക്കില്ല. അവർക്ക് ആളെന്ന് തൂക്കിയിട്ട് നമ്മളെ പറ്റി മനസ്സിലാക്കിയിട്ടേ വരുള്ളൂ. അതല്ലേ, ആ ഒരു സന്ദർഭം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അക്ഷരാർത്ഥ പരിശ്രമം ചെയ്യണം. അതിനുവേണ്ടി ചെറിയ വെട്ടിവെച്ചുള്ളവർക്ക് ഓരോരുത്തർ ചെയ്തു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇപ്പം ഫെറോസ് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് തെറ്റുണ്ട്. ആ തെറ്റ് വിമർശന ബുദ്ധിയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതിന് വേദിയിൽ വന്നിട്ടുള്ള പല ആളുകളും ആ വേദി പങ്കിടുമ്പോഴും അവിടെയും കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ കുര്യർ സൂചിപ്പിച്ചിട്ടുണ്ട്, പൈസ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കണം. അല്ലാതെ അവരെ വിമർശിച്ച് മാറ്റി നിർത്തിയാൽ അവരുടെ ഭാഗത്ത് നല്ല പ്രോഡക്റ്റ് പിന്നെ ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഭാഗത്ത് നല്ല പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവരെ വിമർശിക്കാതിരിക്കണം. വിമർശനത്തിന്റെ ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്. നിങ്ങളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ അല്ല വേണ്ടത്. കാരണം നിങ്ങളൊരു പടം വരച്ചാൽ നിങ്ങളുടെ പേര് താഴെ വെക്കും. അത് ന്യായമായിട്ട് അവകാശമാണ്, നിങ്ങളുടെ അവകാശമാണ്. ഒരാൾ നല്ല ചിത്രം വരച്ചു, അതിനിടയിൽ ഞാൻ വരക്കുമ്പോൾ ജസ് എന്ന് എഴുതുക. ജസ് ജോഹ്രേഷ് മാരിച്ചെട്ടെന്നാണ് ജസ്സിന്റെ അർത്ഥം. ജസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ അവർ ചെയ്യുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി വിമർശിക്കാൻ പോകണ്ട. പക്ഷെ അവരത് നടുക്ക് കൊണ്ടിട്ട് എഴുതാൻ വേണ്ടി പോയാൽ അത് തെറ്റാണ്. അപ്പൊ ചിത്രത്തിൽ നടുക്ക് കൊണ്ട് അവർ പേരെഴുതി വെച്ചാൽ അതൊരു പക്വാലിറ്റി ഉണ്ട് അല്ലേ, അത് മാറ്റണം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് പരിചയക്കുറവാകാം, പരിജ്ഞാനക്കുറവാകാം. നമ്മൾ കുറച്ച് എൽഡർലി പേപ്പറല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചെയ്യാൻ പറ്റുമവർക്ക്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമുക്ക് എത്തിയാൽ നമ്മുടെ ഈ ജൂൺ 1-ാം തീയതി വിജയിക്കുന്നു. 1-ാം തീയതി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഷെയ്ഖ് മുഹമ്മദ് നമ്മൾ വിളിച്ചാൽ വരും, നമ്മുടെ വേദി പങ്കെടുക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അക്ഷാന്തമായി പരിശ്രമിക്കണം, വിമർശനങ്ങൾ കുറയ്ക്കണം, തെറ്റുകൾ തിരുത്തണം, തെറ്റുകൾ ഉണ്ടാവാനും നോക്കണം. തെറ്റ് ചെയ്തവരെ വിമർശിച്ച് മാറ്റി നിർത്തുന്നതിന് തിരുത്തി കൊടുക്കുക. അവർ ഇത്ര ജ്ഞാപകമായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പ്രസിഡന്റായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ലൈഫ് മാച്ചിട്ടുള്ളത് ഐഫ് മാച്ചിട്ട് മതി. എന്നെ പറ്റണം ഐഫ് മാച്ചിട്ടാണ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത ഷാജി സാർ സംസാരിച്ചോളൂ സാറ്. ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇപ്പൊ പറയാനില്ല. നമ്മള് പ്രത്യേകിച്ച് പറയാനുണ്ട് സർ. നമ്മള് നമ്മള് ഒരു ക്യാൻസർ ട്രെയിനിങ്, അതായത് നമ്മുടെ ഹോമിയോപ്പത്തിക് ഡോക്ടേഴ്സിന് നമ്മളിപ്പം നമ്മളുടെ ഫോറത്തിലുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരു സ്പെഷ്യൽ ക്ലാസ്, ഇപ്പം നമ്മൾ ഡെയിലി സൂമിൽ കൊടുക്കുന്ന ക്ലാസ് അല്ലാതെ പെയ്ഡ് ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാമെന്നും അതിനുശേഷം ആ ട്രെയിനിങ് എടുത്തതിന് ശേഷം അവർക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ്, അതായത് ഇനി അവർക്ക് ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മൾ ചില ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന പോലെ IFPH നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തക്ക വിധം അവരെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു ട്രെയിനിങ് 6 മാസത്തേക്ക് കൊടുക്കുകയും അതിന് അവരുടെ നിന്ന് നമ്മൾ പൈസ ഈടാക്കുകയും, അപ്പൊ അങ്ങനെ ഓരോ ബാച്ചായിട്ട് നമ്മൾ വീണ്ടും ഭാവിയിൽ നമ്മളുടെ ഇത് അങ്ങനെ ഒരു ക്യാൻസർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാതിരി അതുപോലെ ഓരോരോ ബാച്ചുകൾ അങ്ങനെ കഴിയുമ്പം അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കോളേജസിലും അല്ലെങ്കിൽ IHK മറ്റുള്ള മേ ബി ഡിസൈഡഡ് ഡേറ്റ് അല്ല ഡോക്ടർ, നമുക്ക് അതൊന്നും പറയാനായിട്ട് സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമയം അല്ല നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. അതാ ഒരുപാട് സമയം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാ പറഞ്ഞത്. അങ്ങനെയായിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടേ നമ്മളിപ്പോ വീണ്ടും ഒരു ലിങ്ക് ഇടുവോ? വീണ്ടും ഒരു ലിങ്ക് വീണ്ടും ലിങ്ക് ഇടും. ഇതിന് സംസാരിക്കാൻ പറഞ്ഞത്. ശരി, എന്നാ ശരി. മെസ്സേജ് തെറ്റിപ്പോയി. ഓക്കെ, എന്നാ ഇട്ടോളൂ സർ, ഇട്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഭദ്ര സാറ് സംസാരിച്ചായിരുന്നു. ഇല്ല സംസാരിച്ചോട്ടെ സാറിനെ വിളിച്ചു. സാർ സംസാരിച്ചോളൂ സാറ്. ഭദ്ര സാറ്. ഗോപികൃഷ്ണന്റെ പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ചിന്തിക്കാൻ പ്രവർത്തിക്കാനും ഉതകുന്ന മാറ്റേഴ്സ് ആണെന്ന് കാരണത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഹോളിസ്റ്റിക് മെഡിസിന് ഒരു 3 വർഷത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും MS യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷണത്തിൽ സെക്കൻഡ് റാങ്ക് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത് ഞാൻ ഈ 3 വർഷം ഹോളിസ്റ്റിക് മെഡിസിൻ തിയറി മാത്രമല്ല പ്രാക്ടിക്കലും എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ പിരമിഡ്സിന്റെ ഉണ്ടാക്കിയ ഇരിപ്പുണ്ട് 2 എണ്ണം. അപ്പൊ ഞാനും വൈഫും പോയിക്കൊണ്ടിരുന്ന, വൈഫ് പരീക്ഷ എഴുതിയില്ല, എന്നാലും പിരമിഡ്സ് ഉണ്ട്. എനിക്ക് മാഗ്നറ്റോ തെറാപ്പിക്ക് മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കളർ തെറാപ്പി, അരോമ തെറാപ്പി, അക്യുപങ്ചർ, അക്യുപ്രഷർ, ഹോമിയോപ്പതി, ചൈനീസ് മെഡിസിൻ, ജ്യോത്സ്യം, വിഷചികിത്സ, ഇങ്ങനെ ഇത്യാദി ഒരു 52 ചികിത്സാ രീതി പഠിച്ചിട്ടുള്ള എന്നാണ് ഹോളിസ്റ്റിക് മെഡിസിൻ. അത് അംഗീകൃത കോഴ്സായിരുന്നു. തമിഴ്നാട് MS യൂണിവേഴ്സിറ്റി നടത്തിയ കോഴ്സിൽ ഇതിന് ഞാനൊരു 3 വർഷത്തോളം പഠിച്ചിട്ടാണ് ആ കോഴ്സ് പരീക്ഷ എഴുതിയത്. അത് വളരെ കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുഭവമുണ്ട്. പിന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയക്കുറവ് ഉള്ളത് കാരണം ചെയ്യാറില്ലെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് വളരെ നല്ല രീതികളാണ് ഈ പറഞ്ഞു തന്നത്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഡോക്ടർ ഗോപികൃഷ്ണന് ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ തോന്നിയത് വളരെ നന്നായിരിക്കുന്നു. മേലിലും അത്തരം പ്രസന്റേഷൻസ് ഉണ്ടായിക്കോട്ടെ. നമ്മൾ എല്ലാത്തിനും പിന്നെ അൺസയന്റിഫിക് എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ ആളുകൾക്ക് ഉള്ളത്. എല്ലാം മൈക്രോസ്കോപ്പിൽ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആൾക്ക് താല്പര്യം. അതല്ല, അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സുദിനം ഉണ്ടാകട്ടെ എന്നുള്ള അഭ്യർത്ഥനയോടെ നടത്തുന്നു. നന്ദി, നമസ്കാരം. സാർ ഏതായിരുന്നാലും വോട്ടർ താങ്ക്സ് കൂടെ സാറിന് പറഞ്ഞോളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി മീറ്റിങ്ങിലോട്ട് പോവാം. താങ്ക് യു ഡോക്ടർ ഗോപികൃഷ്ണൻ. ഇന്നത്തെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു, വളരെ ചിന്തിക്കാൻ ഉതകുന്നതായിരുന്നു. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാനും വളരെ നല്ലൊരു കാര്യമാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. ഈ പ്രസന്റേഷന് സമയക്കുറവ് കാരണം ഞാനിപ്പം നേരത്തെ നന്ദി പറയുന്നുണ്ട്. കാര്യം നല്ല ഈ പ്രസന്റേഷന് പേരിലും എന്റെ പേരിലും ആർദ്രമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു.